എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് നമ്മൾ പാസ്സാക്കിയ നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം കാര്യങ്ങളിൽ അൺടച്ചബിലിറ്റിക്കുള്ള മെഷേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമ്മൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നോക്കാം. അങ്ങനെ ഇത്തരത്തിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഒഫൻസ് വരികയാണെങ്കിൽ അത് നിയമത്തിനനുസൃതമായിട്ടുള്ള പണിഷ്മെൻറ്റ് ലഭിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി ആൻഡ് ഒഫൻസ് ആക്ട് 1955 ആയിരുന്നു. 1955 അൺടച്ചബിലിറ്റി ആൻഡ് ഒഫൻസ് ആക്ട് ആയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. പിന്നീട് 1976 ആകുന്നതോടുകൂടി ഈ നിയമത്തെ അമെൻഡ് ചെയ്യപ്പെടുകയും ഇതിനെ സിവിൽ റൈറ്റ് ആക്ട് 1955 എന്ന് പേര് മാറ്റുക അല്ലെ റീനെയിം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ പീനൽ പ്രൊവിഷൻസ് കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റ് ആക്കുകയും കൂടാതെ ഇതിൻ്റെ സ്കോപ്പ് എൻലാർജ് ചെയ്യുകയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭരണഘടനയിൽ എവിടെയും തന്നെ നമുക്ക് അൺടച്ചബിലിറ്റി എന്ന വാക്കിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഡെഫിനേഷൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ മൈസൂർ ഹൈക്കോടതിയുടെ വിധി പ്രകാരം ആർട്ടിക്കിൾ 17 പറഞ്ഞിരിക്കുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്, അതായത് തൊട്ടുതീണ്ടായ്മ എന്നുള്ളതല്ല ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്ത് ഹിസ്റ്റോറിക്കലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന കുറേ അനേകം പ്രാക്ടീസുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ അൺടച്ചബിലിറ്റി എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മൈസൂർ ഹൈക്കോടതി പറയുന്നുണ്ട്. ഈ അൺടച്ചബിലിറ്റി എന്നുള്ളത് കൊണ്ട് റെഫർ ചെയ്യുന്നത് ചില സെർട്ടൻ ക്ലാസ്സുകളിൽ ചില കാസ്റ്റുകളിലുള്ള ആളുകളുടെ ബർത്തിൽ ഇന്ന കാസ്റ്റിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കുറേയധികം സോഷ്യൽ ഡിസബിലിറ്റീസ് ഇമ്പോസ് ചെയ്യപ്പെടുമായിരുന്നു നമ്മുടെ രാജ്യത്തൊക്കെ. അങ്ങനെ ഈ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഈ ഒരു ഐഡിയനെയാണ് അവർ അൺടച്ചബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത് എന്നാണ് നമ്മുടെ മൈസൂർ ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മുമ്പ് പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് ഉണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് പ്രകാരം അൺടച്ചബിലിറ്റി എന്നുള്ളതിൻ്റെ ഗ്രൗണ്ടിൽ വരുന്ന ഏതൊരു കുറ്റകൃത്യത്തിനും 6 മാസം വരെ തടവോ 500 രൂപ ഫൈനോ ലഭിക്കാവുന്നതാണ്. അതുമല്ല എങ്കിൽ ഇവ രണ്ടും ചേർത്ത് ഒന്നിച്ചും ലഭിക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ അൺടച്ചബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പിന്നീട് പാർലമെൻറ്റ് ആയിക്കോട്ടെ സംസ്ഥാന നിയമസഭകളായിക്കോട്ടെ ഇതിലേക്ക് ഇദ്ദേഹത്തിന് പിന്നീട് മത്സരിക്കുവാനായിട്ട് സാധിക്കുന്നതില്ല. അതായത് പിന്നീട് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള ഇദ്ദേഹത്തിൻ്റെ യോഗ്യത ഡിസ്ക്വാളിഫൈഡ് ആകും എപ്പോൾ ഇദ്ദേഹത്തിന് അൺടച്ചബിലിറ്റിയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത്. അപ്പം ഇതുകൂടാതെ തന്നെ ഈ ഒരു ആക്ട് പ്രകാരം എന്തൊക്കെയാണ് ഒഫൻസസ് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളായിട്ട് കരുതപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു അമ്പലം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പള്ളി ആയിക്കോട്ടെ, ഇതിൽ കയറുവാൻ സമ്മതിക്കാതിരുന്നാൽ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ അൺടച്ചബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതായത് ഒരു വ്യക്തിൻ്റെ അമ്പലത്തിലോ അല്ല എങ്കിൽ പള്ളിയിലോ കയറുന്നതിൽ നിന്ന് വിലക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിലക്കുന്നതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? തൊട്ടുതീണ്ടായ്മയായിട്ട് കണക്കാക്കാവുന്നതാണ്, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ട്രഡീഷണൽ, റിലീജിയസ്, ഫിലോസഫിക്കൽ എന്തിൻ്റെയെങ്കിലും ബേസിസിൽ അൺടച്ചബിലിറ്റിയെ ന്യായീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യവും എന്തായിരിക്കും? അൺടച്ചബിലിറ്റീൻ്റെ താഴെ വരുന്ന ഒരു ക്രൈം ആയിരിക്കുമെന്നാണ് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത് ഷോപ്പ്, ഹോട്ടൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആക്സസ് ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ ഡെനി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവൃത്തിയും തൊട്ടുതീണ്ടായ്മ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നതാണ്. നാലാമതായിട്ട് പറയുന്നത് അടുത്തതായി ഒരു വ്യക്തിയെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പേരിൽ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പേരിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതും അൺടച്ചബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യമായിട്ട് മാറുന്നു. അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റലായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്റ്റലുകളായിക്കോട്ടെ, അങ്ങനെ പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിന് ഇന്ന കാരണം പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല എങ്കിലും അതും അൺടച്ചബിലിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്.
ആറാമതായിട്ട് പറയുന്നത് ഡയറക്റ്റ്ലി അല്ല എങ്കിൽ ഇൻഡയറക്റ്റ്ലി അൺടച്ചബിലിറ്റിയെ പറ്റി പ്രീച്ച് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ വർണ്ണിച്ച് പറയുക, അല്ലെങ്കിൽ പുകഴ്ത്തി പറയുക. അല്ല എങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. ഡയറക്റ്റ്ലി ആയിക്കോട്ടെ ഇൻഡയറക്റ്റ്ലി ആയിക്കോട്ടെ, ഇതിനെ പുകഴ്ത്തി പറയുകയോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും അൺടച്ചബിലിറ്റി പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കാവുന്നതാണ്. സോ അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട് കേട്ടോ, അതാണ് ഇടയ്ക്ക് ഒരു ചുമ വരുന്നതും ശ്വാസം കിട്ടാതെയൊക്കെ വരുന്നത് കേട്ടോ, അതുകൊണ്ട് എടുത്തൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ കുറയുമായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് പോകാം. അപ്പോൾ ഇനി ഏഴാമതായിട്ട് പറയുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി സാധനങ്ങൾ വിൽക്കുവാനല്ല എങ്കിൽ അതിൻ്റെ സർവീസസ് റെൻഡർ ചെയ്യുവാൻ റെഫ്യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അതും അൺടച്ചബിലിറ്റി ആയിട്ട് കണക്കാക്കാം. അൺടച്ചബിലിറ്റിക്ക് ഇത്രയധികം ഗ്രൗണ്ടുകൾ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തരും. ഓക്കെ, ഈ കണ്ടീഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് റീഡ് ചെയ്യണം, ഈ പറയുന്ന കണ്ടീഷൻസും എക്സ്ട്രാ. ഇതൊക്കെ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രൊട്ടക്ഷനാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നേരത്തെയുള്ള പല ആർട്ടിക്കിൾസുകളും പഠിച്ച സമയത്ത് അറിയാം, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതർ നമ്മൾ സ്റ്റേറ്റിനെതിരെ ആയിരിക്കും ഗ്രാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ ആയിരിക്കും ഗ്രാൻഡ് ചെയ്യുക. ആർട്ടിക്കിൾ 17 കാര്യം പറയുന്ന സമയത്ത് അത് നമുക്ക് സ്റ്റേറ്റിനെതിരെയും പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ തൊട്ടുതീണ്ടായ്മയ്ക്കെതിരെ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ഗ്രാൻഡ് ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കേണ്ടതായിരിക്കും. അതിന് സ്റ്റേറ്റ് ഒബ്ലിഗേഷൻ അതിന് സ്റ്റേറ്റിൻ്റെ മേലെ ഉണ്ടായിരിക്കുന്നതാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്. ഓക്കെ, അത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. ഈ ഗ്രൗണ്ട്സ് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് വെച്ചേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് നല്ല രീതിയിലുള്ള ശ്വാസം മുട്ടലുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഈ സൗണ്ടിൽ പിച്ച് മാറുന്നതും കുറയുന്നതും ഒക്കെ. അതുപോലെ തന്നെ ഇടയ്ക്ക് ചുമ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറവുകളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് മാറുന്ന സമയത്ത് നമുക്കതില്ലാതെയുള്ള വീഡിയോകളിടാം. ഓക്കെ, താങ്ക് യു. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നല്ലതും കമൻറ്റ് ചെയ്യുക, മോശവും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.